നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 6 ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിമിലർ ട്രയാങ്കിൾ ഡിസ്കസ് ചെയ്യുന്ന മുമ്പായി നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പഠിച്ചിരിക്കും. അതൊന്ന് അറിഞ്ഞ് നമ്മൾ 8ാം ക്ലാസ്സിൽ ഈക്വൽ ട്രയാങ്കിൾസ് പഠിച്ചു അതൊന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് സിമിലർ ട്രയാങ്കിൾസിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമ്മൾ രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ എന്ത് പറയുന്നത്? ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 5, 7. അതേ 4 ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ 5 ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പിന്നെ ഈ 4 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ്. ഇത് ആരുമായിട്ട് ഈക്വൽ ആണ്? ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളുമായിട്ട് ഈക്വൽ ആണ്. അതേപോലെ 5ന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആവും. 7ന്റെ ഓപ്പോസിറ്റ് ഈ ആംഗിളും ഈ 7ന്റെ ഓപ്പോസിറ്റ് ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഫസ്റ്റ് നിയമം പഠിച്ചത് അല്ലെ? ഇഫ് ദി സൈഡ്സ് ഓഫ് എ ഈക്വൽ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദി സൈഡ്സ് അനദർ ട്രയാങ്കിൾ then angles of the triangle are also equal എന്ന് പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഈക്വൽ ട്രയാങ്കിൾസിന്റെ നിയമം പഠിച്ചത്. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു അല്ലെ? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തന്നു അല്ലെ? അതിന്റെ ഒരു സൈഡും രണ്ട് സൈഡ് അറിയാം, അതിന്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിളും അറിയാമെങ്കിൽ ഇതും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ ആയി പഠിച്ചിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? ഈ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദം are equal to sides of another triangle and the angle made by them, then third sides of the triangle are also equal, the other two angles are also equal. ബാക്കിയുള്ള ആംഗിളും ഈക്വൽ എന്ന് പറയാം. അപ്പൊ രണ്ട് കണ്ടീഷൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു അല്ലെ? ഒരു ലൈൻ ഉണ്ട് അല്ലെ, ഒരു സൈഡ് ഉണ്ട്, ആ സൈഡിന്റെ എൻഡ് പോയിന്റ്സിലെ ആംഗിൾസ് അറിയാമെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു? if one side of a triangle and the angle at the end of are equal, one side and another triangle and the angle at the ends, the third angle also equal, the sides opposite equal, angles are equal. ഇതായിരുന്നു നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിന് നിയമങ്ങളൊക്കെ ആക്കി നമ്മള് അല്ലെ 8ാം ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് പോകാം, സിമിലർ ട്രയാങ്കിൾസിലേക്ക് പോകാം. അപ്പൊ താഴെ സബ്ഹെഡിങ് ചെയ്ത ആംഗിൾ ആൻഡ് സൈഡ്സ്. അപ്പോ രണ്ട് ട്രയാങ്കിൾ ഞാൻ വരച്ചു. ഇവിടെ എന്താണ് അല്ലെ? ഒന്നാമത്തെ ട്രയാങ്കിളും രണ്ടാമത്തെ ട്രയാങ്കിൾ. ഇവിടെ 40ക്ക് ഓപ്പോസിറ്റ് വരുന്നത് 2 സെന്റിമീറ്റർ ആണ്. പിന്നെ 60ക്ക് എത്രയാണ് ഓപ്പോസിറ്റ്? 4 സെന്റിമീറ്റർ. 80ക്ക് ഓപ്പോസിറ്റ് 8. അതേ ആംഗിൾ തന്നെയാണ് ഇവിടെ 40, 80, 60 തന്നെയാണ് ഇവിടുത്തെ സെയിം ആംഗിൾ. ഇവിടെ 80ക്ക് ഓപ്പോസിറ്റ് 8 ആകുമ്പോ ഇവിടെ 80ക്ക് ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 24. 60ക്ക് ഓപ്പോസിറ്റ് 4 ആകുമ്പോ ഇവിടെ എത്രയാണ്? 12 ആണ്. ഇനി 40ക്ക് ഓപ്പോസിറ്റ് 2 ആകുമ്പോ ഇവിടെ എത്രയാണ്? 6 ആണ്. ഈ 2 എങ്ങനെ 6 ആയി നോക്കിയാൽ മതി. എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ത്രൂ ഔട്ട് എല്ലാ സൈഡിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെ? 8 into 3 24, 8 അല്ലെ? 3 into 4 12, 3 into 2 6. അപ്പൊ ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആവുകയും ചെയ്താൽ ആ രണ്ട് ട്രയാങ്കിളിനെയും നമുക്ക് എന്ത് പറയാം? സിമിലർ എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ആണ് സിമിലറിന്റെ. ഇവിടെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആവുകയും സൈഡ്സ് എല്ലാം ഒരു സ്കെയിൽഡ് ബൈ, അവിടെ സ്കെയിൽഡ് ബൈ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ആ നമ്പർ ആരാണ്? 3 ആണ് അല്ലെ? 2 into 3 6, 8 into 3 24, 4 into 3 2. ആ ഒരു നമ്പർ കൊണ്ട് എന്ത് ചെയ്യാണ്? ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എല്ലാ സൈഡിനെയും. ആ നമ്പറിനെ പറഞ്ഞ പേരാണ് സ്കെയിൽഡ് ബൈ. അപ്പോ താഴെ എഴുതി വെക്കുക എന്താണ്? the two triangles of sides are scaled by the same factor. സെയിം ഫാക്ടർ ഇവിടെ 2 അല്ലെ? 3 ആണെന്ന് ഓർത്ത് വെക്കുക. factor is called similar. but two triangles of sides are scaled by the same factor are called similar. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? സിമിലർ ആണ്. കാരണം എന്താ? ഒരു ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്, പിന്നെ ഒരു സെയിം ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇനി എന്ത് ചെയ്തു? ഞാനൊരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു, എ ബി സി എന്ന് പേരെടുത്തു. 60, 30, 90. ഇവിടെ ഉണ്ടാകുന്ന സൈഡ്സ് 3, 4, 5. അപ്പൊ അതേപോലെ ട്രയാങ്കിൾ വരച്ചു. ഞാനിത് 30, 60, 90 തന്നെയാണ്. ഇവിടെ അല്ലെ പി ആറിന്റെ ലെങ്ത്തും ഞാൻ 10 ആക്കി. ഇവിടെ എത്ര? 6 ആക്കി, 8 ആക്കി. അപ്പൊ 5 എങ്ങനെ 10 ആയി നോക്കുക? എത്ര? 5 into 2 10 ആണ്. അത് തന്നെയല്ലേ ഇവിടെ ഇരുന്നത്? 4 into 2 8, 3 into 2
എത്ര 6. അപ്പൊ ഇവിടെ സ്കെയിൽഡ് ബൈ എത്രയാണ് ആ ഫാക്ടർ? 2 ആണെന്ന് ഓർത്ത് വെക്കുക അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയും പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും ഇതിനെ അല്ലെ? നമുക്ക് ഇനി ടേബിളിലേക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആ സ്കെയിൽഡ് ആ സൈഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ പോവുക. അപ്പൊ അതിനു വേണ്ടി ഞാൻ ടേബിൾ വരച്ചു. അപ്പോ ആംഗിൾസ് 90, 30, 60. ഈ ട്രയാങ്കിൾ എ ബി സി പി ക്യു ആർ എടുത്തു. സൈഡ് റേഷ്യോ. അപ്പൊ ട്രയാങ്കിൾ എ ബി സിയിൽ 90ന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഇവിടെ എത്രയാണ്? എ സി ആണ്. എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അതേ സ്ഥാനത്ത് പി ക്യു ആറിനകത്ത് ആരാണ്? 5 അല്ലെ 10 ആയി മാറി. 5 മാറി 10 ആയി. അപ്പൊ റേഷ്യോ എന്ന് പറയുമ്പോൾ ആരാവും? 5:10 ആണ്. ഈ 5:10 നമുക്ക് റേഷ്യോ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എത്ര കിട്ടും? 1:2 ആണ്. ഇനി ഇതേപോലെ 30 എടുത്തു. 30ന്റെ ഓപ്പോസിറ്റ് 3 ആണ് അല്ലെ. പി ക്യു ആറിനകത്ത് 30ന്റെ ഓപ്പോസിറ്റ് 6 ആണ്. ഇവിടെ റേഷ്യോ എത്ര? 3:6 ആണ്. ഇതിനെ വീണ്ടും എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. എത്രയാണ്? 1:2 ആണ്. റെഡി ആണല്ലോ. ഇനി 16ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 4. ഇവിടെ എത്രയാ? 8. അപ്പൊ 4:8 എന്നാണ് എത്രയാണ്? 1:2. അപ്പൊ ഇവിടെ റേഷ്യോ എപ്പോഴും സെയിം ആണ് അല്ലെ. സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും സെയിം ആണ് നമ്മൾ കണ്ടെത്തി. ഇപ്പൊ റിസൾട്ട് ആക്കി എഴുതാലോ. അപ്പൊ താഴെ എഴുതി വെക്കുക. The side of a triangle with the same angles taken the order size are the ratio are same ratio. അപ്പൊ അവരെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. The side of a triangle with the same angle taken the order of the size are the same ratio. അപ്പൊ ഇവിടെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ ഇതിന്റെ സ്കെയിൽ നോക്കിയാലോ. സ്കെയിൽഡ് ബൈ ആ സെയിം ഫാക്ടർ കണ്ടെത്താൻ നോക്കിയാലോ. ഞാൻ വീണ്ടും ടേബിൾ വരച്ചു. അപ്പൊ ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ പി ക്യു ആർ നമ്മുടെ റേഷ്യോ മാറ്റി ഇവിടെ സ്കെയിൽഡ് ആക്കി. ട്രയാങ്കിൾ എ ബി സിയുടെ എത്രയാണ്? 5 ആണ്. പി ക്യു ആർ എത്രയാണ്? 10 ആണ്. അപ്പൊ ഇതിന് എത്രയാണ്? 5ന്ന് 10ലേക്ക് എത്താൻ എത്ര വന്നു? 2 ആണ്. അപ്പൊ സ്കെയിൽഡ് എത്രയാണ്? 2 ആണ്. 30ക്ക് സൈഡ് എത്ര വരുന്നത്? 3 ആണ്. അതേ സ്ഥാനത്ത് ഇവിടെ എത്ര വരുന്നത്? അല്ലെ 6 ആണ്. അപ്പൊ ഇവിടെ 3 6ലേക്ക് എത്താൻ 2 ആണ്. അപ്പൊ സ്കെയിൽഡ് എത്രയാണ്? 2. 60ക്ക് എത്ര ഇവിടെ വരുന്നത്? 4ഉം ഇവിടെ 8ഉം. അപ്പൊ 4ന്ന് 8ലേക്ക് എത്താൻ 2. അപ്പൊ വീണ്ടും എന്താണ് ഇവിടെ സ്കെയിൽ ചെയ്യുന്നത്? എത്ര? സെയിം ഫാക്ടർ ആണ് വരുന്നത്. അത് നമുക്ക് റിസൾട്ട് ആക്കി എഴുതി വെക്കാം. എങ്ങനെ എഴുതി വെക്കാം അല്ലെ? ഇൻ ട്രയാങ്കിൾ ഓഫ് ദി സെയിം ആംഗിൾ ദ സൈഡ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾ ആർ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ. ആ എല്ലാത്തിനും എന്താണ്? സെയിം ഫാക്ടർ. അപ്പൊ എന്താണ്? ഒരു സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ അല്ലെ സ്കെയിൽ ചെയ്യുന്നത് സെയിം ഫാക്ടർ ആയിരിക്കും. അവരെ എല്ലാ സൈഡുകളും സെയിം റേഷ്യോയിലായിരിക്കും എന്നാണ് ഇപ്പൊ കണ്ടെത്തിയത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് എക്സാമ്പിൾ, ഞാൻ 2 ട്രയാങ്കിൾ വരച്ചു. ആ 2 ട്രയാങ്കിൾ ഞാൻ ഇത് കൺസിഡർ ചെയ്തു. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ പി ക്യു ആർ. അപ്പൊ ഇവിടെ നമുക്ക് ഈക്വൽ ആംഗിൾസ് കണ്ടെത്തണം. നമുക്ക് സിമിലർ ആംഗിൾസ് അല്ലെ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും തമ്മിൽ ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഇനി ആംഗിൾ എത്രയാണ്? 60 ആണ്. 60 ഇവിടെ ആരാ വരുന്നത്? ആംഗിൾ പി യുമായിട്ടാണ് വരുന്നത്. ഇനി അടുത്തെന്ത് പറയാം? ആംഗിൾ സിയും എത്രയാണ്? ആംഗിൾ സി 30 ആണ്. ഇവിടെ അപ്പുറത്ത് ആരുമായിട്ടാണ്? ആംഗിൾ ആറുമായിട്ടാണ് ഈക്വൽ ആകുന്നത്. അപ്പൊ ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയി കിട്ടി. അതുകൊണ്ട് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും എന്തായി? സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ. അപ്പൊ ട്രയാങ്കിൾ എല്ലാം സിമിലർ ആയതുകൊണ്ട് അവരുടെ റേഷ്യോ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ആദ്യം ഞാൻ 60 അല്ലെ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആരാ? ബി സി. അപ്പൊ ബി സി ഈസ് ടു 60 വരുന്ന ഇവിടെയാണ്. അത് ആരുമായിട്ട്? ഈ ക്യു ആറുമായിട്ടാണ് ഈക്വൽ. അടുത്ത 30 എടുത്തു. അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആരാ? എ ബി ആണ്. ഈസ് ടു ഇവിടെ 30 ആരാ? പി ക്യൂമായിട്ടാണ് ഈക്വൽ ടു. ഇനി 90 എടുത്തു. അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എ സി. ഈ റേഷ്യോ ഇവിടെ ആരാണ്? പി ആറുമായിട്ടാണ് എഴുതുന്നത്. നമുക്കറിയാം എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണ്. അപ്പൊ ഇതിന് എങ്ങനെ എഴുതാം? ബി സി ബൈ ക്യു ആർ ഈക്വൽ ടു എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ സി ബൈ പി ആർ ആക്കി എഴുതാം. പിന്നെ ഇതിന്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ എന്താണ്? 5:10 ദാറ്റ് ഈസ് 1:2 ആണ് അല്ലെ. 5:10 എന്ന് പറഞ്ഞാൽ 1:2. ഇതൊക്കെ നമ്മൾ കണ്ടെത്തിയത്. 4:8 എന്ന് പറഞ്ഞാൽ 1:2. പിന്നെ ആരാണ്? 3:6 എന്ന് പറഞ്ഞാൽ 1:2. അപ്പൊ റേഷ്യോ എപ്പോഴും 1:2 ആണ്. സിമിലർ ആണെന്ന് കണ്ടെത്തി. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തുകൂടിയും കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ, അതിന്റെ റേഷ്യോവും കണ്ടെത്തി. നമുക്കൊരു അടുത്ത എക്സാമ്പിൾ നോക്കാം.
എക്സാമ്പിൾ 2 നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ മാറ്റി സാധാരണ ട്രയാങ്കിൾ കൊടുത്തു, രണ്ട് ട്രയാങ്കിൾ എ ബി സിയും പി ക്യു ആർ. അപ്പൊ കൺസിഡർ എന്തായിരുന്നു ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ പി ക്യു ആർ. ഇനി ഇവിടെ ലെങ്സുകളിന് പകരം ഞാൻ എ ബി സി എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ് അല്ലെ. 40 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്, ഇവിടെ 80 ഉണ്ട്, ഇവിടെ 80 ഉണ്ട്. അപ്പൊ ആരൊക്കെ തമ്മിൽ ഈക്വൽ ആണ്? ആംഗിൾ എയും അല്ലെ അതേപോലെ ആംഗിൾ ആറുമായിട്ടാണ് ഈക്വൽ ആകുന്നത് 40 ഡിഗ്രി. ഇനി അടുത്തെന്താണ്? ആംഗിൾ ബി എത്രയാണ്? 60 ആണ്. അപ്പൊ അത് ആരുമായിട്ട് ഈക്വൽ ആണ്? ആംഗിൾ പിയുമായിട്ടും ഈക്വൽ ആണ്. ഇനി അടുത്ത ആരാണ്? ആംഗിൾ സിയും. ആംഗിൾ സി ആരുമായിട്ട് ഈക്വൽ ആണ് വരുന്നത്? ആംഗിൾ ക്യൂമായിട്ടാണ് ഈക്വൽ ആകുന്നത്. അത്ര 80. അപ്പൊ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആർ എന്തായി മാറി? സിമിലർ ആയി. ആംഗിൾസ് എല്ലാം ഈക്വൽ ആയി കഴിഞ്ഞപ്പോ അതെന്തായി? സിമിലർ ആയി. ഈ റേഷ്യോ എഴുതാൻ പോവാണ്. എന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ബി സി ആണ്. അപ്പൊ 40ക്ക് ഓപ്പോസിറ്റ് വരുന്നത് പി ക്യു ആണ്. ഈക്വൽ ടു ബിക്ക് 60 ആണ്. 60ന് ഓപ്പോസിറ്റ് വരുന്നത് എ സി ആണ്. ഈസ്റ്റ് ഇവിടെ 60ക്ക് ഓപ്പോസിറ്റ് വരുന്നത് ക്യു ആർ ആണ്. ഈക്വൽ ടു ഇനി 80 ആണ് എടുക്കുന്നത് സി. അതാരാണ്? എ ബി ആണ്. ഈസ്റ്റ് ഇവിടെ 80ക്ക് ഓപ്പോസിറ്റ് ആരാണ്? പി ആറുമായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാ ബി സി ബൈ പി ക്യു ഈക്വൽ ടു എ സി ബൈ ക്യു ആർ ഈക്വൽ ടു എ ബി ബൈ പി ആർ ആണ് വരുന്നത്. ഇനി ബി സി എന്ന് പറഞ്ഞാൽ ആരാണ്? എ ആണ്. പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? പി ആണ്. എ സി എന്ന് പറഞ്ഞാൽ സി ആണ്. ക്യു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ആർ ആണ്. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. പിന്നെ ആരാണ്? പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യു ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? നമ്മൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കണ്ടെത്തി, അതിനെന്ത് കണ്ടെത്തി? റേഷ്യോവും കണ്ടെത്തി. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ. ഇപ്പൊ ഞാൻ ട്രയാങ്കിൾ വരച്ചിട്ട് ഇവിടെ എന്താണ്? ഒരു ട്രയാങ്കിളിന് അകത്ത് കഷ്ണം മുറിച്ച പോലെയാണ് വന്നിട്ടുള്ളത് അല്ലെ. ഇവിടെ ലാർജ് ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിളും ഉണ്ട്, എം എൻ സി എന്ന ട്രയാങ്കിളും ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അപ്പൊ കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എം എൻ സി. ഇവിടെ ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഈ വലിയ ട്രയാങ്കിളിന്റെയും സ്മോൾ ട്രയാങ്കിളിന്റെയും ഈക്വൽ അല്ലേ എന്ന് പറഞ്ഞാൽ കോമൺ ആംഗിൾ ആണ്. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും കോമൺ ആംഗിൾ. പിന്നെ നോക്കുക, ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. എത്രയും ആംഗിൾ 90 ഡിഗ്രി ആണ്. പിന്നെ എന്ത് പറയാം? ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിൾസ് എല്ലാം ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്തായി? സിമിലർ ആയി മാറും. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ആംഗിൾ സി എം എൻ ഈക്വൽ ടു ആംഗിൾ സി എ ബി അല്ലെ. ഈ ആംഗിളും ഈക്വൽ. ഇനി 90ന്റെ കേസ് എഴുതാൻ പോവാം. ആംഗിൾ എം എൻ സിയും ആംഗിൾ എ ബി സിയും തമ്മിൽ ഈക്വൽ ആണ്. എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിൾസ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ എന്തായി മാറി? സിമിലർ ആയി. ഇതിന് എന്ത് എഴുതണം? റേഷ്യോ എഴുതണം. അപ്പൊ സി എന്ന ആംഗിളിന്റെ സ്മോൾ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എം എൻ. റേഷ്യോ സി എന്ന ട്രയാങ്കിൾ അല്ലെ. ഇനി സി എന്ന ആംഗിളിന്റെ ലാർജ് സൈഡ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്. ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. അപ്പൊ ആദ്യം സി എന്ന ആംഗിൾ എടുത്തു, അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എം എൻ എടുത്തു. അത് സ്മോൾ ട്രയാങ്കിളിന്റെ. അതേപോലെ ലാർജ് ട്രയാങ്കിൾ ആകുമ്പോൾ എ ബി. അപ്പൊ ഫസ്റ്റ് എടുത്ത സ്മോൾ ട്രയാങ്കിൾ ആണ്. ഇനി അടുത്തത് എന്ത് ചെയ്തു? എൻ എടുത്തു 90 ഡിഗ്രി. ഇതിന്റെ സ്മോൾ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എം സി ആണ്. അപ്പൊ ആദ്യം ഞാൻ എം എൻ എടുത്ത് സ്മോൾ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ സ്മോൾ ട്രയാങ്കിൾ എഴുതി ഈസ്റ്റ്. ഇനി ഇവിടെ ലാർജ് ട്രയാങ്കിൾ ബി ആണ്. അതിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? എ സി ആണ്. എ സി ഈക്വൽ ടു. ഇനി ഇവിടെ ഈ ആംഗിൾ ഈ ട്രയാങ്കിൾ സ്മോൾ സൈഡ് എന്ന് പറഞ്ഞാൽ സി എൻ ആണ്. റേഷ്യോ ലാർജ് ട്രയാങ്കിളിന്റെ ആംഗിൾ ഇതാണ് ഈക്വൽ ആകുന്നത്. അതിന് ലാർജ് സൈഡ് എന്ന് പറയുമ്പോൾ ബി സിയുമായിട്ടാണ് വരുന്നത്. ഒന്ന് മാറ്റി എഴുതുമ്പോ എം എൻ ബൈ എ ബി ഈക്വൽ ടു എം സി ബൈ എ സി ഈക്വൽ ടു സി എൻ ബൈ ബി സി ആണ്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? അല്ലെ? റേഷ്യോ കിട്ടിയത്.
ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 105 to 107. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, one side of a triangle is 8 centimeter and two angles on it are 60 degree and 70 degree. Draw the triangle with a length of side 1.5 times that of this triangle and with the same angle. One side of a triangle is 8 centimeter and two angles on it are 60 degree and 70 degree. Draw the triangle with the length of side 1/2 times that of this triangle and with the same angle. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആണ്, അതിന്റെ ടു ആംഗിൾസ് ആണ് 60യും 70 ആണ്. അങ്ങനെയുള്ള ട്രയാങ്കിളിന് നമ്മൾ എന്ത് ചെയ്യണം? സൈഡ്സിനെ 1/2 ടൈംസ് ആക്കും വേണം. പക്ഷെ എന്താക്കാൻ പാടില്ല? സൈഡ്സുകളാണ് 1/2. എന്താക്കാൻ പാടില്ല? ചേഞ്ച് വരുത്താൻ പാടില്ല. ആര്? ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കണം, അഥവാ 6ഉം 70 ആയിരിക്കണം. അപ്പൊ നമുക്ക് തന്ന മെഷർമെന്റിൽ 6 അല്ലെ 8 സെന്റിമീറ്റർ ആണ് നമ്മുടെ ട്രയാങ്കിളിന്റെ സൈഡ് എന്നാണ്. അപ്പൊ റഫ് ആയിട്ട് വരക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ്. ഈ ട്രയാങ്കിളിനെ നമ്മൾ എന്താക്കണ്ടേ? 1/2 ടൈംസ് ആക്കേണ്ടത്. അപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ അതിനൊന്ന് മാറ്റി തരാണെങ്കിൽ 1 + 1/2 ആണ്. ഇതിന് 2 × 1 + 1 / 2. അപ്പൊ എന്താവും? 2 + 1/2 എത്രയാണ്? 3/2 ആണ്. അപ്പൊ ഈ 8നെ ആരോണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? നമുക്ക് 8 × 1/2. അപ്പൊ 8 × 1/2 എന്നാൽ 3/2. 8 × 3 എന്നാൽ 24/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 12 സെന്റിമീറ്ററും ആംഗിൾ 60, 70 ആണ് വരുന്നത്. നമുക്ക് ആദ്യം വരക്കണതിന് മുമ്പ് നമുക്ക് റഫ് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, കറക്റ്റ് വരച്ചു കഴിഞ്ഞാൽ ഈ ഫിഗർ ആണ് വരുന്നത്. അപ്പൊ ഇത് എങ്ങനെ കറക്റ്റ് വരക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒരു 12 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരക്കുക, അതിന് എയും ബിയും എന്ന് പേര് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? അല്ലെ, എയിൽ നിന്നൊരു 60 ഡിഗ്രി എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാം. നമുക്ക് 60, 70 ആണ്. അപ്പൊ എയിൽ നിന്നൊരു 60 എന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? സ്കെയിൽ എടുത്ത് എന്ത് ചെയ്തു? നീട്ടിയൊരു ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്തു? അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബിയിൽ നിന്ന് എന്ത് ചെയ്യുക? 70 ഡിഗ്രി ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ 70 ഡിഗ്രി ഒന്ന് മാർക്ക് ചെയ്ത ശേഷം സ്കെയിൽ എടുത്ത് നീട്ടിയൊരു വര വരക്കുക. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഒന്നും എഴുതുക. എത്രയാണ്? 70 ഡിഗ്രി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ രണ്ട് ലൈനുകൾ മീറ്റ് ചെയ്ത ഇന്റർസെക്ട് ചെയ്ത പോയിന്റിൽ എന്ത് കൊടുക്കുക? സി എന്ന് പേര് കൊടുക്കുക. അപ്പൊ എന്ത് വരച്ചു? നമ്മള് ഒരു ട്രയാങ്കിൾ ABC വരച്ചു. എത്രയാണ്? 60യും 70യും. എ ബിയുടെ ലെങ്ത് എത്രയാണ്? 12 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു 8 സെന്റിമീറ്ററിൽ ഒരു സൈഡിന് അതേപോലെ 60, 70 ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിള് 1.5 ടൈംസ് ആണ് വരക്കാൻ പറഞ്ഞത്. അപ്പൊ 8ന്റെ 1.5 ടൈംസ് എന്ന് പറയുമ്പോൾ എത്ര വരിക? 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1 and 1/2 ടൈംസ് ഉള്ള ഒരു ട്രയാങ്കിൾ വരച്ചു. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി റൈറ്റ് ട്രയാങ്കിൾ the perpendicular from the square corner of the hypotenuse divided it into pieces 2 centimeter and 3 centimeter long. Prove that the two small right triangles formed by this perpendicular have same angle. Taking the height of a perpendicular as h, prove that h/2 equal to 3/h. Third one, calculate the length of a perpendicular sides of an original large triangle. Fourth one, prove that if the length of the perpendicular from the square corner of a right triangle to the hypotenuse is h, and if divided the hypotenuse into pieces of length a and b, then h square equal to ab. ഇവിടെ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഈ സ്മോൾ ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിൾസ് എല്ലാം സെയിം ആണെന്ന് പ്രൂവ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ പെർപെൻഡിക്കുലർ ഹൈറ്റിന് h എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റേഷ്യോ നോക്കിയാൽ മതി. പിന്നെന്ത് ചെയ്തു? ഈ പെർപെൻഡിക്കുലർ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ, ഈ h ന്റെ വാല്യൂ കണ്ടെത്തും. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി, ആൻസർ കിട്ടും.
ഇനി എന്ത് ചെയ്തു? ഈ 2 മാറിയിട്ട് എന്ത് കൊടുക്കുക? എ കൊടുക്കുക, 3 മാറിയിട്ട് ബി കൊടുക്കുക. അപ്പൊ ഈ സിംപ്ലിഫൈ ചെയ്താൽ ഈ എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ബി എന്ന് കിട്ടും. അപ്പൊ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ്? പ്രൂവ് ദാറ്റ് ദി ടു സ്മാൾ റൈറ്റ് ട്രയാങ്കിൾ ഫോംഡ് ബൈ ദിസ് പെർപെൻഡിക്കുലർ ഹാവ് ദി സെയിം ആംഗിൾ. അപ്പൊ ഈ ട്രയാങ്കിൾ ഞാൻ പേര് കൊടുത്തു, എ ബി സി എന്ന പേര് കൊടുത്തു. ഇനി എന്ത് ചെയ്തു? ഈ ട്രയാങ്കിൾ മാറ്റി വരച്ചു. എക്സ് എന്ന് പേര് കൊടുത്താൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലെ? ഇവിടെ ഓൾറെഡി 90 ആണ്. നമ്മൾ എടുത്തതാണ് ട്രയാങ്കിൾ ഏതാണ്? എ ബി ഡി എന്ന ട്രയാങ്കിൾ ആണ് നമ്മൾ എടുത്തതാണ്. ആംഗിൾ എ ബി ഡി ഈക്വൽ ടു എക്സ് ആക്കി എടുത്തു. പിന്നെ ആംഗിൾ ബി ഡി എ എന്ന് പറഞ്ഞ എത്രയാണ്? 90 ആണ് അല്ലെ? ഇത് 90 ആണ്. നമുക്കറിയാം ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്താൽ 180 ആണ് അല്ലെ? സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ആണ്. എ ബി ഡി പ്ലസ് ആംഗിൾ ബി ഡി എ പ്ലസ് ആംഗിൾ ബി എ ഡി ഈക്വൽ ടു 180 എന്ന് പറഞ്ഞാൽ ഇത് എക്സ് പ്ലസ് ബി ഡി എന്ന് പറഞ്ഞാൽ 90 പ്ലസ് ആംഗിൾ ബി എ ഡി ഈക്വൽ ടു 180. അപ്പൊ ആംഗിൾ ബി എ ഡി ഈക്വൽ ടു 180 അല്ലെ? പ്ലസ് 90നെ ഈക്വൽ ടു അപ്പുറം പോകുമ്പോൾ മൈനസ് 90 പ്ലസ് എക്സിനെ ഈക്വൽ ടു അപ്പുറം പോകുമ്പോൾ മൈനസ് എക്സ്. 180 മൈനസ് 90 എന്ന് പറഞ്ഞാൽ 90 മൈനസ് എക്സ്. അപ്പൊ ഈ ആംഗിൾ എത്ര കിട്ടി? 90 മൈനസ് എക്സ് എന്ന രീതിയിലേക്ക് വന്നു. ഇനി നമുക്ക് അടുത്തത് ഏത്? ഇത് കണ്ടുപിടിക്കാം. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാ? ട്രയാങ്കിൾ മാറ്റി വരച്ചു. അപ്പൊ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ എ ഡി സി. അപ്പൊ നമുക്ക് ഏത് ആംഗിൾ എടുക്കാണ്? ഈ ആംഗിൾ എന്റെ അപ്പൊ ഞാൻ എക്സ് ആക്കി എടുത്തു. അഥവാ ആംഗിൾ ഡി എ സി ഈക്വൽ ടു എക്സ്. ആംഗിൾ എ ഡി സി എത്ര നമുക്കറിയാം അല്ലെ? ഈ ആംഗിൾ എത്രയാണ്? 90 ആണ്. 90. അപ്പൊ നമുക്കറിയാം ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ആഡ് എത്രയാണ്? 180 ആണ്. അപ്പൊ ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ ഡി സി എ ഈക്വൽ ടു 180. എത്രയായി? 90 പ്ലസ് എക്സ് പ്ലസ് ആംഗിൾ ഡി സി എ ഈക്വൽ ടു 180. ആംഗിൾ ഡി സി എ ഈക്വൽ ടു 180 പ്ലസ് 90 മൈനസ് 90 പ്ലസ് എക്സ് and മൈനസ് എക്സ്. ആംഗിൾ ഡി സി എ ഈക്വൽ ടു 90 മൈനസ് എക്സ്. അപ്പൊ ഈ ആംഗിൾ എത്ര കിട്ടി? 90 മൈനസ് എക്സ് എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ എന്ത് കിട്ടി നമുക്ക് അല്ലെ? ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഒക്കെ കിട്ടി അല്ലെ? അപ്പൊ എന്ത് പറഞ്ഞ എന്താണ്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. അപ്പൊ ആരൊക്കെ കിട്ടിയിട്ട് നമുക്ക് അല്ലെ? ആംഗിൾ എ ബി ഡി എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ഈക്വൽ ആണ്? ആംഗിൾ ഡി എ സിയുമായിട്ട് ഈക്വൽ ആണ്. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ ആണ്. ഇനി അതേപോലെ ആംഗിൾ ബി എ ഡിയും ആംഗിൾ എ സി ഡിയും തമ്മിൽ ഈക്വൽ ആണ്. എത്രയാണ്? 90 മൈനസ് എക്സ് ആണ്. ഇനി അടുത്ത ഈ ആംഗിളും ഈ ആംഗിളും ആംഗിൾ എ ഡി ബിയും ആംഗിൾ എ ഡി സിയും തമ്മിൽ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഏത് കേസ് കിട്ടി? ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ ഡി എ ഡി സിയും തമ്മിൽ എല്ലാ ആംഗിൾസും എന്തായി കിട്ടി? ഈക്വൽ ആയി കിട്ടി. അതുകൊണ്ട് എന്ത് പറയാം? ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി ആർ സിമിലർ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റി. നമ്മുടെ സിമിലർ ട്രയാങ്കിൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആ ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളൂ. അത് കണ്ടെത്തി അതിനോടൊപ്പം എന്തും മനസ്സിലാക്കാൻ പറ്റി നമുക്ക്? ആ ട്രയാങ്കിൾസ് എല്ലാം സിമിലർ ആണെന്ന് പറയാൻ പറ്റി. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ടേക്ക് ദി ഹൈറ്റ് ഓഫ് ദി പെർപെൻഡിക്കുലർ ആസ് എച്ച്. അപ്പൊ ഇതിനെ എച്ച് ആക്കി എടുക്കാൻ പറഞ്ഞു. നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിളും എന്താണ്? സിമിലർ ആണെന്ന് അറിയാൻ പറ്റി. എ ഡി ബി എന്ന ട്രയാങ്കിളും എ ഡി സി എന്ന ട്രയാങ്കിളും എന്താണ്? സിമിലർ ആണെന്ന് പറയാൻ പറ്റി. കാരണം തൊട്ട് മുമ്പ് കണ്ടെത്തി അല്ലെ? 1 നിന്ന്. അങ്ങനെ സിമിലർ ആയതുകൊണ്ട് നമുക്ക് ഇത് റേഷ്യോ നമുക്ക് എന്താൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പൊ ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് അല്ലെ ഈ 90 മൈനസ് എക്സിന്റെ രീതിയിലാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആരാ? എ ഡി ആണ്. എ ഡി ഡിവൈഡഡ് ബൈ അല്ലെ റേഷ്യോ. ഇതിന്റെ ഈക്വൽ ഓപ്പോസിറ്റ് വരുന്ന ഏതാണ്? ബി ഡി ആണ്. ബി ഡി ഈക്വൽ ടു ഇനി എക്സുമായിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഡി സി ആണ്. ഡി സി ഈസ് ടു എക്സിന് ഇവിടെ എക്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എ ഡി ആണ്. അപ്പൊ തിരിച്ചെഴുതി എ ഡി ഡിവൈഡഡ് ബൈ ബി ഡി ഈക്വൽ ടു ഡി സി ബൈ എ ഡി.
AD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H ആണ്. BD എന്ന് പറയുന്നത് എത്രയാണ്? BD ആണ് 2 ആണ്, ഈക്വൽ ടു DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. AD എന്ന് പറഞ്ഞാൽ എത്രയാണ്? H ആണ്. അപ്പൊ h/2 ഈക്വൽ ടു 3/2. ഇതല്ലേ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ആ പ്രൂഫിലേക്ക് എത്തി. അപ്പൊ സിമിലർ ആണെന്ന് പറഞ്ഞു, അതിന്റെ റേഷ്യോ എഴുതി, ആ സിംപ്ലിഫൈ ചെയ്തു. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് ദി ഒറിജിനൽ റാജ് ട്രയാങ്കിൾ. നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ മുമ്പത്തെ റിലേഷൻ അറിയാം. എന്തായിരുന്നു? h/2 ഈക്വൽ ടു 3/h ആണ്. അപ്പൊ ഇതിൽ നിന്ന് h² ഈക്വൽ ടു 3 into 2 ഈക്വൽ ടു എത്രയാണ്? 6 ആണ്. അപ്പൊ h ഈക്വൽ ടു √6 സെന്റിമീറ്റർ ആണ്. അഥവാ h-ന്റെ വാല്യൂ ഇപ്പൊ എത്ര കിട്ടി? √6 ആണ്. നമ്മൾ കാണാൻ പറഞ്ഞ എന്താണ്? കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് എ ഒറിജിനൽ ലാർജ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ AB-യും AC-യും BC ആണ്. BC കാണേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ BC ഉണ്ട്. എത്രയാണ്? 2 + 3 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ AB-യുടെയും AC-യുടെയും ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ മാറ്റിയിട്ടുണ്ട്, ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. അതിൽ ഹൈറ്റ് നമുക്കറിയാം, ബേസും അറിയാം അല്ലെ. പിന്നെ ഹൈപ്പോട്ടിന്യൂസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല, പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. അതേ പ്രൊസീജിയറാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഇവിടുത്തെ റൈറ്റ് ട്രയാങ്കിൾ മാറ്റി വരച്ചു. അപ്പൊ ഏത് ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ ഏതാണ്? ABD എന്ന ട്രയാങ്കിൾ. ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് ആരാണ്? AB² ഈക്വൽ ടു BD² പ്ലസ് AD². AB² ഈക്വൽ ടു BD എന്നാണ് 2², AD എത്ര? √6² ഈക്വൽ ടു 4 + 6. 4 + 6 എത്ര? 10. അപ്പൊ AB ഈക്വൽ ടു √10 സെന്റിമീറ്റർ ആണ് ആര് വന്നത്? ഇതിന്റെ ലെങ്ത് വന്നത്, AB-യുടെ ലെങ്ത്. ഇനി അടുത്ത എന്താണ്? ഈ റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. അപ്പൊ ഏതാണ് റൈറ്റ് ട്രയാങ്കിൾ വരുന്നത്? അല്ലെ, ട്രയാങ്കിൾ ADC. ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് ആരാണ്? AC² ഈക്വൽ ടു ബേസ് DC² പ്ലസ് AD². ദാറ്റ് ഈസ് 3² പ്ലസ് √6² ഈക്വൽ ടു 9 + 6 ഈക്വൽ ടു 15 ആണ്. അപ്പൊ AC ഈക്വൽ ടു √15 സെന്റിമീറ്റർ ആണ്. അപ്പൊ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇപ്പൊ കിട്ടിയത് നമുക്ക്? അല്ലെ, √15ഉം √10ഉം ആണ് നമുക്ക് ആൻസർ ആയി വന്നത്. ക്ലിയർ ആയല്ലോ? ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ഇഫ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി സ്ക്വയർ കോർണർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ടു ദി ഹൈപ്പോട്ടന്യൂസ് ഈസ് h and divided by hypotenuse into pieces A and B, then h² ഈക്വൽ ടു AB. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്കറിയാം A ന്റെ സ്ഥാനത്ത് ഇവിടെ 3 ആയിരുന്നു അല്ലെ വന്നിരുന്നത്. അതേപോലെ ഇവിടെ എന്തായിരുന്നു? അല്ലെ, ഇവിടെ എന്തായിരുന്നു? 2 ആയിരുന്നു. അതേപോലെ ഇവിടെ BD ന്റെ സ്ഥാനത്ത്, DC ന്റെ സ്ഥാനത്ത് തന്നെ 3 ആയിരുന്നു അല്ലെ. BD 2 ആയിരുന്നു, DC എത്രയായിരുന്നു? നമുക്കറിയാം 3 ആയിരുന്നു. ആ സ്ഥാനത്ത് ആര് മാറിയെന്നുള്ളൂ? Aയും B ആയി മാറി. നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും എന്താണ്? സിമിലർ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റി. അപ്പൊ നമുക്ക് റേഷ്യോ അറിയാം. എന്തായിരുന്നു? അല്ലെ, h/2 ഈക്വൽ ടു 3/h ആണ്. അപ്പൊ എന്തെടുക്കാൻ പറ്റും? ഈ 2ന്റെ പകരം ആര് കൊടുക്കുക? A കൊടുക്കുക. 3ന്റെ പകരം ആര് കൊടുക്കുക? അല്ലെ, B കൊടുക്കുക. അപ്പൊ എന്താവും? h/അല്ലെ A ഈക്വൽ ടു അല്ലെ 3ന് പകരം ആര് കൊടുത്താൽ B/h ക്രോസ് ആയി ഗുണിക്കുക. h into h² ഈക്വൽ ടു AB അല്ലെ. ഇത് 2 ആയിരുന്നു, ഇത് 3. ജസ്റ്റ് ഒന്ന് 2 ഉം 3 മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇവിടെ പറഞ്ഞിട്ടില്ലേ, A and B മാറ്റി കൊടുത്തു. അപ്പൊ നേരെ ഇത് ആ സിമിലർ ആയതുകൊണ്ട് ആ റിലേഷൻ നമ്മൾ കണ്ടെത്തി. h/t ഈക്വൽ ടു 3/h. 3ക്ക് B അല്ലെ, Aക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? At the two ends of horizontal line, angle of the same size are drawn 2 points. The slant line are joined. അപ്പൊ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ. അതിക്ക് ആര് വരുന്ന ഒരു സ്ലാന്റ് ലൈൻ, ചെരിഞ്ഞ ലൈൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ഈ ആംഗിളും എന്താണ്? സെയിം ആണ് എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് ദി ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ദി സ്ലാന്റ് ലൈൻ cut the into part of same ratio. ഈ കട്ട് ചെയ്യുന്ന ഇവിടുത്തെ റേഷ്യോയും എന്തായിരിക്കണം? സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അടുത്ത് പ്രൂവ് ദാറ്റ് സ്ലാന്റ് ലൈൻ at the end of the horizontal line also in the same ratio. അല്ലെ, ഈ ലൈനും എന്താണ്? ഇതും തമ്മിൽ എന്തായിരിക്കണം? സെയിം റേഷ്യോ എന്ന് പറയണം.
പിന്നെ explain how the idea can use divided 6 centimeter long in the ratio 3:4. ഇതിനെ ഒരു 6 centimeter ലൈൻ വരച്ച് അതിനെ 3:4 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതാണ് ഹൊറിസോണ്ടൽ ലൈനും ഈ സ്ലാന്റഡ് ലൈൻ തമ്മിലുള്ള റേഷ്യോ സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പരിപാടിയും കഴിയും അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പ്രൂവ് ദാറ്റ് ദി ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് സ്ലാന്റഡ് ലൈൻ കട്ട് ഇൻ ഈച്ച് അതർ ഇൻടു പാർട്ട് ഓഫ് ദി സെയിം റേഷ്യോ. ഞാൻ ഇതിന് പേര് കൊടുത്തു ABOCD. അപ്പൊ ഈ ട്രയാങ്കിൾ AOBയും ട്രയാങ്കിൾ COD എന്ത് ചെയ്തു ഞാൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഈ ആംഗിളും സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സെയിം ആംഗിൾ, ലൈൻസ് ആർ സെയിം സൈസ്, ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ. അപ്പൊ എന്ത് പറയാം, ആംഗിൾ ABOയും ആംഗിൾ DCOയും തമ്മിൽ എന്താണ്, ഈക്വൽ ആണ്. കാരണം എന്താ, ഗിവൺ ആണ്. പിന്നെ ഈ ആംഗിളും ഈക്വൽ ആണ്, കാരണം സപ്ലിമെന്ററി ആംഗിൾ ആണ്. അപ്പൊ ആംഗിൾ AOBയും ആംഗിൾ CODയും തമ്മിൽ എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും തമ്മിൽ അറിയാം. അങ്ങനെ ഈ ആംഗിളും എന്തായി, ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, ഈക്വൽ ആകും. അപ്പൊ എന്ത് പറയാം, ഫോർ ആംഗിൾ BAOയും ആംഗിൾ CDOയും തമ്മിൽ എന്തായി, ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പറയാം ആംഗിൾസ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ എന്തായി, സിമിലർ ആണെന്ന് പറയാൻ പറ്റി. അപ്പൊ സോ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ COD ആർ സിമിലർ ആയതുകൊണ്ട് നമുക്ക് റേഷ്യോ എഴുതാൻ പറ്റും. അപ്പൊ ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് അല്ലെ, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് OAയും അതേപോലെ അതിന് ഈക്വൽ ആയിട്ട് ആംഗിൾ എന്തായിരുന്നു, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് അതാ ODയും തമ്മിൽ എഴുതി ഈക്വൽ ടു. പിന്നെ ആൾട്ടർനേറ്റീവ് ആംഗിൾ ആയ അല്ലെ, അല്ലെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾ ആയത് ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ABയും ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് അല്ലെ DCയും തമ്മിൽ എഴുതി ഈക്വൽ ടു. ഇനി എന്ത് ചെയ്യാണ്, ഈ ആംഗിളും എഴുതാം. അപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്നത് OB ആണ്, അത് ആരുമായിട്ട് ഈക്വൽ ആണ്, OCയുമായിട്ട് ഈക്വൽ. ഇനി ഇവിടെ മാറ്റിയത് OA ഡിവൈഡഡ് ബൈ OD ഈക്വൽ ടു AB ഡിവൈഡഡ് ബൈ DC ഈക്വൽ ടു OB ബൈ OC. നമ്മൾ ഇത്രയും പറഞ്ഞിട്ടില്ല, നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ്, ഈ സൈഡും സെയിം റേഷ്യോയിലാണെന്ന് പറയാൻ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ ഇവിടെ ഉണ്ട്, ഇത്രയും വരുന്ന പാർട്ടാണ് നമുക്ക് പറയുന്നത്. ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയി അല്ലെ, ഈ പാർട്ടും എന്ന് പറഞ്ഞത്. അവൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് അത് പോകും. അപ്പൊ എന്ത് പറഞ്ഞാൽ മതി, നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് OA ഈസ് ടു OD ഈക്വൽ ടു അല്ലെ OB ഈസ് ടു OC ആണ് അല്ലെ. നമുക്ക് OA ഈസ് ടു OD. അപ്പൊ OB ഏതാണ്, OA ഈസ് ടു അല്ലെ OD ഇതും, OB ഈസ് ടു OC. അപ്പൊ ഏതാണ്, ഇത് മാത്രം മതി നമുക്ക്. അപ്പൊ നേരത്തെ ഇത് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് അടുത്ത B പാർട്ടിലേക്ക് വേണ്ട സാധനമാണ് ഈ AB ഈസ് ടു DC. അപ്പൊ ഏതൊക്കെ വേണ്ടത് അല്ലെ, ഇതും തമ്മിൽ എന്തായി കിട്ടി എന്ന് പറഞ്ഞാൽ OA ഡിവൈഡഡ് ബൈ OD അല്ലെ ഈക്വൽ ടു OB ബൈ OC എന്ന് പറയാൻ പറ്റും. നമുക്ക് എങ്ങനെ കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റും, ദി പാർട്ട് ഓഫ് ദി ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ദി പാർട്ട് ഓഫ് ദി സ്ലാന്റഡ് ലൈൻ ആർ സെയിം റേഷ്യോ അല്ലെ. അപ്പൊ നമുക്ക് ഈ ഭാഗം പിന്നെ നമ്മൾ പ്രീവിയസ് സെക്കൻഡ് പാർട്ടിലാണ് ഈ പാർട്ട് പറയുന്നത്. ഒന്നുമില്ല, ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു, നേരെ എടുത്ത് എഴുതിയാൽ മതി. ഈ സെക്കൻഡ് പാർട്ട് prove that the slanted line of the end of the horizontal line also in the same ratio. അല്ലെ, ഇനി ഇത് നേരത്തെ പറഞ്ഞ ഇത് എഴുതാനേ ഉള്ളൂ. നമുക്കറിയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫ്രം 1 എന്ത് പറഞ്ഞു, ഈ രണ്ട് ട്രയാങ്കിളും എന്താണ്, സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം റേഷ്യോ എഴുതാൻ പറ്റും അല്ലെ. OA ഈസ് ടു OD ഈക്വൽ ടു OB ഈസ് ടു OC ഈക്വൽ ടു AB ഈസ് ടു CD ആണ് അല്ലെ. അപ്പൊ ഇത് മൊത്തം ശരിയായി. അപ്പൊ OA ബൈ OD ഈക്വൽ ടു OB by OC equal to AB by CD. സെയിം റേഷ്യോ ആയാലോ, എല്ലാവരും സെയിം റേഷ്യോയിലാണ് വന്നത്. ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, തേർഡ് ക്വസ്റ്റ്യൻ നമ്മളിത് വരക്കാനാ പോണം, ഡ്രോയിങ് ആണ്. ഇപ്പൊ ഞാൻ 6 സെന്റിമീറ്റർ ഒരു എന്ത് ചെയ്താൽ ലൈൻ വരച്ചു. ഇവിടെ ഒരു ആംഗിൾ 70 എടുത്തു, ഇവിടെ ഒരു 70 എടുത്തു. സെയിം ആംഗിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 70. പിന്നെ 3:4 ആയതുകൊണ്ട് ഇവിടെ 3 എടുത്തു, ഇവിടെ ഒരു 4 എടുത്തു. എന്നിട്ട് ലൈനിൽ ജോയിൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ OBയുടെയും OCയുടെയും റേഷ്യോ എത്ര ആയിരിക്കും, 3:4 എന്ന റേഷ്യോയിലായിരിക്കും. ഇത് കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു 6 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു. അതിലെ ഫസ്റ്റ് പോയിന്റിന് എന്ത് കൊടുത്തു, B എന്നും പിന്നെ C എന്നും അവിടെ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഞാൻ ബിയിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു 70 ഡിഗ്രി മാർക്ക് ചെയ്തു. ഒരു ആംഗിൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ.
എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ഒരു 3 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു. ആ പോയിന്റിന് എന്ത് കൊടുത്തു? ഞാന് എ എന്ന പോയിന്റും കൊടുത്തു, അവിടെ ഒരു 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇതേപോലെ സിയിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? ഒരു 70 ഡിഗ്രി മാർക്ക് ചെയ്തു. അപ്പൊ 70 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 60 50 ഏത് ഉപയോഗിക്കാം. അപ്പൊ എന്തേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? ഇനി അവിടെ എന്താ 4 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു, അതിനെന്ത് പേര് കൊടുത്തു? ഡി എന്ന പേര് കൊടുത്തു. അപ്പൊ എന്താണ്? ഇവിടത്തെ ആംഗിളും ഈക്വൽ ആയ മതി. ഞാൻ ഇവിടെ 70 എടുത്തു എന്നുള്ളൂ. കാരണം നമുക്ക് അവിടെ ഈക്വൽ ആംഗിൾസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു ആംഗിൾ മാർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ആംഗിൾ മാർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്യാതെ ഒഴിവാക്കി. ഇനി എന്ത് ചെയ്താൽ മതി? എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ വരച്ചാൽ മതി. അപ്പൊ എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ വരച്ചു. അപ്പൊ 6 സെന്റിമീറ്റർ എന്ന ലൈനിനെ 3:4 എന്ന റേഷ്യോയിൽ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ദ പിക്ചർ ബിലോ shows a square of sharing of one corner with a right triangle and the other 3 corner on the side of this triangle. Calculate the length of the sides of the square. Second one, what is the length of the side such a square drawn with a triangle of sides 3 cm, 4 cm and 5 cm? ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ ഇത് വരച്ചെന്നാണ് ഒരു സ്ക്വയർ ആണ് തന്നത്. ആ സ്ക്വയറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഈ 2ഉം 1 ഒക്കെ മാറ്റി ഈ മൊത്തം ലെങ്ത് 3ഉം ഇതൊരു 4ഉം ഇത് 5 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ലെങ്ത് എത്രയാണ് ചോദ്യം. അപ്പൊ ഞാൻ ഈ ഫിഗർ ഇത് മാറ്റി വരച്ചു. എന്നിട്ട് കളർ ഒന്നൊക്കെ മാറ്റി, എന്നിട്ട് ABC പേര് കൊടുത്തു, PQ കൊടുത്തു. അപ്പൊ നമുക്കറിയാം RC എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്ററും AP എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്ററുമാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ 2 ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിളും ഇവിടെ ഒരു ട്രയാങ്കിളും. ഈ 2 ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്വയറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ആരൊക്കെ ട്രയാങ്കിൾ എടുത്തു? ട്രയാങ്കിൾ PAQവും ട്രയാങ്കിൾ RCQവും എടുത്തു. ഇതില് ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഈക്വൽ ആണ്. പിന്നെ ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ 2 ട്രയാങ്കിൾ എന്തായി? സിമിലർ ആയി. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ആംഗിൾ APQവും ആംഗിൾ QRCയും തമ്മിൽ എന്താണ്? ഈക്വൽ ആണ്. അത് 90 ഡിഗ്രി ആണ്. ഈ ആംഗിളും എന്തായി? ഈക്വൽ ആയി. ഇനി അടുത്ത PAQവും ഈ ആംഗിളും അതേപോലെ RQCയും തമ്മിൽ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ PAQവും RQCയും തമ്മിൽ ഈക്വൽ ആണ്. ഇനി അതേപോലെ ആര് പറയാം? ഈ ആംഗിളും എന്ത് പറയാം? ഈക്വൽ ആണ് പറയാം. ആംഗിൾ PQAയും ആംഗിൾ RCQവും തമ്മിൽ ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് പറയാം? ട്രയാങ്കിൾ PAQവും ആൻഡ് ട്രയാങ്കിൾ CQR സിമിലർ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റി. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ BR എന്നത് X കൊടുത്തു. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് X ആവും, ഇത് ഓട്ടോമാറ്റിക് X ആവും, ഇതും ഓട്ടോമാറ്റിക് ആയിട്ട് X ആവും. അപ്പൊ എന്താവും? BR ഈക്വൽ ടു X സെന്റിമീറ്റർ. പിന്നെ നമുക്കറിയാം AP എന്ന് പറഞ്ഞാലും 2 സെന്റിമീറ്റർ ആണ്, RC എന്ന് പറഞ്ഞാലും 1 സെന്റിമീറ്റർ ആണ്. നമുക്ക് റേഷ്യോ ഉപയോഗിക്കാം. സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ ഉപയോഗിക്കാം. അപ്പൊ ഈ ആംഗിൾ ആരുമായിട്ട് ഈക്വൽ ആണ്? ഇതുമായിട്ട് ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആരാ? PQ ആണ്. അപ്പൊ PQ ഈസ് ടു RC ഈക്വൽ ടു, ഇനി ഇതിന്റെ ഈക്വൽ ആവുന്ന ആംഗിൾ ആരൊക്കെ? ഈ ആംഗിളും ആരുമായിട്ടാണ്? ഈ ആംഗിളുമായിട്ടാണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് AP ഈസ് ടു, ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് QRുമായിട്ടാണ് ഈക്വൽ. അപ്പൊ എന്താ ചെയ്യാ? PQ ഡിവൈഡഡ് ബൈ RC ഈക്വൽ ടു AP ബൈ QR. അടുത്ത ഈ സൈഡിന് ആവശ്യമല്ല, AQ ഈസ് ടു QC 90, കാരണം നമുക്ക് അതിന്റെ മെഷർമെന്റും തരാത്തതുകൊണ്ട് അത് ആ ഭാഗം ഒഴിവാക്കിയതാണ്. PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം PQ അല്ലെ? X ആണ്. അപ്പൊ X ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു AP എത്രയാണ്? 2 ആണ്. QR എത്രയാണ്? X. അപ്പൊ ഒന്നുകൂടി ഞാൻ തിരിച്ചെഴുതി, X by 1 ഈക്വൽ ടു 2 by X. ക്രോസ് ആയി മൾട്ടിപ്ലൈ, X into X സ്ക്വയർ 1 into 2. അപ്പൊ X സ്ക്വയർ ഈക്വൽ ടു 2, X ഈക്വൽ ടു √2. അപ്പൊ അത്രയും സെന്റിമീറ്റർ ആണ് ആ സ്ക്വയറിന്റെ ലെങ്ത്. അപ്പൊ എങ്ങനെ എഴുതാ? ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു X ഈക്വൽ ടു
√2 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. അപ്പൊ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു x ഈക്വൽ ടു √2 സെന്റിമീറ്റർ. The second question. What is the length of the side such a square if the triangle sides 3 cm, 4 cm, 5 cm? അപ്പൊ എ ബിയുടെ ലെങ്ത് ഞാൻ 3 എടുത്തു, ബി സിയുടെ ലെങ്ത് 4 എടുത്തു, എ സിയുടെ ലെങ്ത് എന്തെടുത്തു ഞാൻ 5 എടുത്തു. അപ്പൊ നമുക്ക് ഒന്നാമത്തെ റിസൾട്ട് പ്രകാരം ഈ ട്രയാങ്കിളും എന്താണ് സിമിലർ ആണെന്ന് പറയാൻ പറ്റി. എന്ന് പറഞ്ഞാൽ എ ബി ഈക്വൽ ടു എത്ര നമ്മൾ എടുത്തത് 3 സെന്റിമീറ്റർ, അതേപോലെ ബി സി ഈക്വൽ ടു എത്ര എടുത്തത് 4 സെന്റിമീറ്റർ, എ സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ. നേരത്തെ നമ്മൾ റിസൾട്ട് ഇല്ല ആ റേഷ്യോ എഴുതിയിരുന്നു. ഏത് റേഷ്യോ? പി ക്യു ഈസ്റ്റു ഒക്കെ എഴുതിയത് അല്ലെ. ഈ റേഷ്യോ ഒന്നുകൂടി എടുത്ത് എഴുതുക. അപ്പൊ എന്ത് ചെയ്തു ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതി. എന്താണ് വരുന്നത് അല്ലെ? പി ക്യു ഈസ്റ്റു ആരാണ് ഇവിടെ അല്ലെ? ആർ സി ഈക്വൽ ടു എ പി ഈസ്റ്റു ക്യു ആർ. നമുക്ക് കിട്ടേണ്ടത് പി ക്യൂയുടെ ലെങ്ത് എത്ര അറിയണം, അതേപോലെ പിന്നെ ആര് കിട്ടണം നമുക്ക് ആർ സിയുടെ ലെങ്ത്തും കിട്ടണം അല്ലെ, ലെങ്ത്. പിന്നെ ആര് കൂടി വരുന്നുണ്ട് നമ്മള് അല്ലെ ക്യു ആറും കിട്ടാനുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ എ ബി ഈക്വൽ ടു അല്ലെ എ പി പ്ലസ് പി ബി ആണ്. അപ്പൊ എ ബി 3 ആണ്, എ പി നമുക്കറിയാം അല്ലെ, കണ്ടുപിടിക്കേണ്ടതാണ് എ പി. അതേപോലെ എടുത്തേരി പ്ലസ് പി ബി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. നമ്മൾ നേരത്തെ എടുത്തിരുന്നു ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ ബി ആർ എന്താക്കി എടുത്ത് നമ്മൾ എപ്പോഴും എക്സ് ആക്കി എടുത്തത്. അപ്പൊ എന്ത് ചെയ്തു ബി ആർ ഈക്വൽ ടു എക്സ്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് ഇങ്ങനെ എഴുതുന്നത് അല്ലെ. എ പി ഇവിടെ ഉണ്ട്. അപ്പൊ എ പി ഈക്വൽ ടു എന്തായി 3 മൈനസ് എക്സ്. അതേപോലെ ബി സി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാ ബി സിക്ക് അല്ലെ? ബി ആർ പ്ലസ് ആർ സി. നമ്മള് ആദ്യം എ ബി ആണ്, എ ബി എന്ന് പറഞ്ഞാൽ പി എ പ്ലസ് പി ബി ആണ്. അതേപോലെ ബി സി എന്ന് പറഞ്ഞാൽ ബി ആർ പ്ലസ് ആർ സി ആണ്. അപ്പൊ എങ്ങനെ എഴുതി ബി ആർ പ്ലസ് ആർ സി ആണ്. അപ്പൊ ബി സി എന്ന് പറഞ്ഞാൽ 4, ബി ആർ നമ്മൾ എക്സ് ആക്കി എടുത്തിട്ടുണ്ട്, ആർ സി നമുക്ക് അറിയില്ല. അപ്പൊ എന്ത് ചെയ്തു ആർ സി ഈക്വൽ ടു എന്തായി 4 മൈനസ് എക്സിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യാ ഈ ഇക്വേഷനിലേക്ക് എടുക്കുക. പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം പി ക്യു ഈസ് ടു ഒന്നുകൂടി ആ റിസൾട്ട് ചെയ്തതാണ് എ പി ഈസ് ടു ക്യു ആർ ആണ്. അപ്പൊ പി ക്യു ഡിവൈഡഡ് ബൈ ആർ സി ഈക്വൽ ടു എ പി ബൈ ക്യു ആർ ആണ്. പി ക്യു എന്ന് പറഞ്ഞാൽ എക്സ്, ആർ സി എന്ന് പറഞ്ഞാൽ 4 മൈനസ് എക്സ്, എ പി എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 മൈനസ് എക്സ്, ക്യു ആർ എന്ന് പറഞ്ഞാൽ എക്സ്. ക്രോസ് ആയി മതിപ്പോ എക്സ് ഇൻറ്റു എക്സ് എന്നാണ് എക്സ് സ്ക്വയർ. 4 മൈനസ് എക്സ് അല്ലെ ഇൻറ്റു 3 മൈനസ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 3, 4 ഇൻറ്റു എക്സ്, 4 ഇൻറ്റു എക്സ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 3 ഇൻറ്റു എക്സ് അല്ലെ, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 3 ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു ആയി എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു 3 12, ഇവിടെ മൈനസ് 4x, ഇവിടെ മൈനസ് 3x പ്ലസ് എക്സ് സ്ക്വയർ. ഞാൻ എന്ത് ചെയ്തു ഈ എക്സ് സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ആദ്യം 12 എഴുതി, 4 ന്നും 3 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 7x ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0t. അപ്പൊ 12 മൈനസ് എക്സ് ഈക്വൽ ടു 0, 12 ഈക്വൽ ടു 7x അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ പ്ലസ് 7x. അപ്പൊ എക്സ് ഈക്വൽ ടു 12/7 ആയി മാറി. അപ്പൊ എന്ത് കിട്ടി ആ സ്ക്വയർ എക്സ് ബി ആർ എന്നാണ്. നമുക്ക് ബി ആർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലെ, ആ സ്ക്വയറിന്റെ ലെങ്ത് ആണ്. അപ്പൊ എന്ത് പറയാം നമുക്ക് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു 12/7 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഭാഗം വരുന്നത്. അപ്പൊ നമുക്ക് ലെങ്ത് കണ്ടെത്തിയേ പറഞ്ഞു. അപ്പൊ ആദ്യം ട്രയാങ്കിളിന്റെ ലെങ്ത് തന്നു, ആദ്യം ഓരോ സൈഡ് എ പി തന്നിരുന്നു, പിന്നെ ആർ സി തന്നിരുന്നു, അതിന് പകരം എ പിയും ബി സിയും എ സിയും തന്നു. അപ്പൊ നമുക്ക് കിട്ടിയ സ്ക്വയറിന്റെ ലെങ്ത് എന്നാണ് 12/7 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ? 5th ക്വസ്റ്റ്യൻ. എന്താണ് 5th ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഇൻ ദി പിക്ചർ. അപ്പൊ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? ഏരിയ കണ്ടു. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്.
അപ്പൊ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ട് വരച്ചത് കൊണ്ട് ഇതായിരിക്കും നമ്മുടെ ബേസ്. 9 + 4 13. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഈ ട്രയാങ്കിൾ ഞാൻ പേര് കൊടുത്തു ABC. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഇതിന് ആംഗിൾ ഞാൻ എക്സ് എന്ന് പേര് കൊടുത്താൽ എന്താവും? ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ടോട്ടൽ 90. അപ്പൊ 90 - x. പിന്നെ ഈ ആംഗിൾ എന്തായി മാറും? അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് 90 - x. ഈ ആംഗിൾ എന്തായി മാറും? എക്സ് ആയി മാറും. അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾ എന്തായി മാറി? സിമിലർ ആയി മാറി. അങ്ങനെയാണെങ്കിൽ ആ സിമിലർ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈറ്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല, അഥവാ BD കണ്ടെത്താൻ പറ്റും. കാരണം ആ റേഷ്യോ ഉപയോഗിച്ച് കണ്ടെത്തിയാൽ മതി. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ട്രയാംഗിൾ ABDയും ട്രയാംഗിൾ BCDയും. അപ്പൊ ഇവിടെ ആരൊക്കെയാണ്? ട്രയാംഗിൾ BDA = ട്രയാംഗിൾ BDC ആണ് അല്ലെ? ഈ ആംഗിളും ഈ ആംഗിളും എത്രയാണ്? 90 ആണ്. ഇനി അടുത്തെന്താണ്? ഇത് എഴുതി അല്ലെ? 90 - x 90 - x ഉള്ളത് അതൊക്കെയാണ്. ആംഗിൾ BADയും ആംഗിൾ DBCയും തമ്മിൽ ഈക്വൽ ആണ്. എത്രയാണ്? 90 - x. ഈ എക്സും എക്സ് എടുത്ത് എഴുതി. ആംഗിൾ ABDയും ആംഗിൾ BCDയും തമ്മിൽ ഈക്വൽ ആണ്. എത്രയാണ്? x ആണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാംഗിൾ എന്തായി മാറി? സിമിലർ. Therefore triangle ABD and triangle BCD are similar. അപ്പൊ രണ്ട് ട്രയാംഗിളും സിമിലർ ആയതുകൊണ്ട് നമുക്ക് റേഷ്യോ എഴുതാം. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗവും ഈ ഭാഗവുമാണ്. അപ്പൊ അത് വരുന്ന റേഷ്യോ ഒഴിവാക്കാം. എന്ന് പറഞ്ഞാൽ ആരൊക്കെ മതി? 90 - x-ഉം എക്സും മാത്രം മതി. 90ന്റെ ആവശ്യമില്ല. ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് അല്ലെ, ഈ എക്സ് എന്ന ടേം എടുത്തു. എക്സിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് AD. അപ്പൊ AD ഈസ്റ്റ് ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് വരുന്നത് BD ആണ്. BD ഈക്വൽ. അടുത്ത 90 - x എടുത്തു. അതാരാണ്? BD ആണ്, ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഇവിടെ 90 - x ഇതാണ്, DC ആണ് വരുന്നത്. അപ്പൊ AD/BD = BD/DC ആണ്. AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര? AD എന്ന് പറഞ്ഞാൽ 9 ആണ് അല്ലെ? പിന്നെ BD നമുക്ക് അറിയില്ല, അപ്പൊ അതേപോലെ എടുത്തേതി BD ഈക്വൽ. BD എന്ന് പറഞ്ഞാൽ അതേപോലെ എടുത്തേതി. DC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പൊ BD സ്ക്വയർ ക്രോസ് ചെയ്യുമ്പോൾ 9 × 4. 9 × 4 ആണ് 36. അപ്പൊ BD = എന്തായി? √36. എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ് വന്നത്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? BD-യുടെ ലെങ്ത്. ഇനി ആര് കിട്ടണം? AC-യുടെ ലെങ്ത് കിട്ടണം. അപ്പൊ AC എന്ന് പറഞ്ഞാൽ AD + DC ആണ്. AD 9 DC 4 = 13 സെന്റിമീറ്റർ. ഈ നേരെ ഏരിയ ഓഫ് ഇക്വേഷനിലേക്ക് കൊടുക്കുക. ഏരിയ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ 1/2 × AC × BD. AC എന്ന് പറഞ്ഞാൽ 13, BD 6. 6/2 എത്രയാണ്? 3. 3 × 13 എന്ന് പറഞ്ഞാൽ 39 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്? ഈ ലാർജ് റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ വന്നു. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. എന്താണ് 6th ക്വസ്റ്റ്യൻ? The two poles of a height 3 meter and 2 meter are erected upright on the ground and rope are stretched from the top of the each to foot to other. First question, what height above the ground of the rope crossed each other? Prove that the height would be the same whatever the distance between the pole. Denoting the height of the pole A and B and the height point of the crossing above the ground as h. Find the relation between A and B h. ഒന്നുമില്ല, ഒരു പോള് അഥവാ ഒരു വടി കുത്തനെ വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്തു? അതിന്റെ മീറ്റർ 3 മീറ്ററും 2 മീറ്ററുമാണ്. എന്നിട്ട് അതിന്റെ അറ്റത്ത് നിന്ന് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് ഒരു റോപ്പ്. എന്ത് ചെയ്തു? ഇങ്ങനെ അതിന്റെ ടോപ്പ് അല്ലെ ബോട്ടത്തിലേക്കാണ് കെട്ടി, ഫൂട്ടിലേക്കാണ് കെട്ടിയിട്ടുള്ളത്. ഇതിന്റെ റോപ്പ് ഇതിന്റെ ഫൂട്ടിലേക്കാണ് കെട്ടി. അപ്പൊ അങ്ങനെ കെട്ടുമ്പോൾ ഇതിനെ ക്രോസ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഈ ഫൂട്ട് ഗ്രൗണ്ടുമായിട്ടുള്ള ഹൈറ്റ് എത്രയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഇത് എത്ര നീണ്ടു കഴിഞ്ഞാലും, ഈ ഡിസ്റ്റൻസ് എത്ര നീണ്ടു കഴിഞ്ഞാലും ഹൈറ്റിന് എന്തില്ല? വ്യത്യാസമില്ല. നോട്ട് ഡിഫറെന്റ് എന്ന് പറഞ്ഞു. സെയിം ഹൈറ്റ്. ഇനി എന്ത് ചെയ്യും? ഈ പോളിന്റെ ഈ കുത്തി വെച്ച വടികൾ അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് വടിയാണെങ്കിൽ എന്തായിരുന്നു? അതിന്റെ എന്ത് ചെയ്തു? അതിന് ഏന്ന് കൊടുക്കും, ഇതിന്റെ ബിയും കൊടുക്കുക. ഇതിന്റെ ഹൈറ്റിന് എച്ചും കൊടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ വാട്ട് ഇസ് ദ ഹൈറ്റ് അബവ് ദി ഗ്രൗണ്ട് റോപ്പ് ക്രോസ് ഈച്ച് അതർ? അപ്പൊ ഇതിനെന്ന് പേര് കൊടുത്തു. ABC പേര് കൊടുത്തു.
ഇതിനെന്തുണ്ട് mn എന്നും പേര് കൊടുത്തു. ഇതിന്റെ ഹൈറ്റിന് mn എന്നെന്തു h എന്നും പേര് കൊടുത്തു. ഇനി നമ്മൾ കാണാൻ പറഞ്ഞത് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ നോക്ക്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്, ലാർജ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിൾ ഞാൻ ഇത് മാറ്റി വരച്ചു. അപ്പൊ എന്ത് കിട്ടി? ട്രയാങ്കിൾ എ ബി സിനകത്ത് mn ഒരു വര വന്നു. ഇവിടെ രണ്ട് ട്രയാങ്കിൾ വന്നിട്ടുണ്ട് അല്ലെ? ഏതൊക്കെ ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിളും ട്രയാങ്കിൾ എം എൻ സി എന്ന ട്രയാങ്കിളും. ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിനുവേണ്ടി നമുക്കറിയാം ആംഗിൾ സി രണ്ട് ട്രയാങ്കിളിലെയും കോമൺ ആണ്. അപ്പൊ ആംഗിൾ സി എന്താണ്? കോമൺ ആംഗിൾ ആണ്. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ആണ്, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ്? 90 ആണ്. പിന്നെ അപ്പൊ എന്ത് ചെയ്താം? ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എം എൻ സി ഈക്വൽ ടു എത്രയാണ്? 90 ആണ്. പിന്നെ നമുക്കറിയാം ഈ ആംഗിളും ഈ ആംഗിൾ എത്രയാണ്? ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ എൻ എം സി ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ എന്തായി മാറി? സിമിലർ ആയി. അപ്പൊ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എം എൻ സി ആർ സിമിലർ എന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പൊ സിമിലർ ആയി നമുക്ക് റേഷ്യോ എഴുതാൻ പറ്റും. അപ്പൊ ആദ്യം സി എന്ന ആംഗിൾ എടുത്തു, അതിന് സ്മോൾ സൈഡ് ഏതാണ്? എം എൻ ആണ് ട്രയാങ്കിളിന്റെ. ഈസ്റ്റ് ലാർജ് ട്രയാങ്കിൾ ആരാണ്? അത് എ ബി ആണ്. ഇനി അടുത്ത് ഈ ആംഗിൾ എടുക്കുകയാണ്. എമ്മിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് സ്മോൾ ട്രയാങ്കിളിന്റെ എൻ സി ആണ് ഈസ്റ്റ്. ലാർജ് ട്രയാങ്കിളിന്റെ ബി സി ആണ് വരുന്നത്. ഈക്വൽ ടു ഈ 90 എടുത്തു, ആരാണ്? എം സി ഈസ്റ്റ് ഇതാരാ? എ സി ആണ്. അപ്പൊ ഈ എം സിയും എ സി നമുക്ക് ഒഴിവാക്കാം, കാരണം ഇവിടെ ഒരു മെഷർമെന്റ് ഒന്നുമില്ല. അപ്പൊ ബാക്കി ആരേ ഉള്ളൂ? നമുക്ക് എം എൻ ഡിവൈഡഡ് ബൈ എ ബി ഈക്വൽ ടു എൻ സി ഡിവൈഡഡ് ബൈ ബി സി ആണ്. എം എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എച്ച് ആണ്. ഡിവൈഡഡ് ബൈ പിന്നെ ആരാ? എ ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. ഈക്വൽ ടു എൻ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? y ആണ്. ഡിവൈഡഡ് ബൈ ബി സി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. അത് ഇക്വേഷൻ 1 ആക്കി കൊടുത്തു. ഇനി അടുത്ത ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിൾ നിങ്ങട്ട് മാറ്റി. ഏതാണ് ട്രയാങ്കിൾ? ഡി സി ബി എന്ന ട്രയാങ്കിളും എം എൻ ബി എന്ന ട്രയാങ്കിളും ഉണ്ട് അല്ലെ? ഇനി ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ അതിൽ ബി എന്നത് കോമൺ ആംഗിൾ അല്ലേ? അപ്പൊ ആംഗിൾ ബി ഇസ് എ കോമൺ ആംഗിൾ. ഇനി അടുത്ത എന്താണ് അല്ലെ? ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ ബി സി ഡി ഈക്വൽ ടു ആംഗിൾ എം എൻ ബി എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി ആണ്. ഈ ആംഗിളും ഈ ആംഗിളും എന്തായി മാറി? ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ ബി ഡി സിയും ആംഗിൾ എൻ എം ബിയും തമ്മിൽ ഈക്വൽ. അപ്പൊ ഈ ട്രയാങ്കിൾ എന്തായി മാറി? സിമിലർ ആണെന്ന് വന്നു കിട്ടി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. ഇനി നമുക്കത് റേഷ്യോയിലേക്ക് ഒന്ന് മാറ്റണം അല്ലെ? അപ്പൊ ആരൊക്കെ? ബി വെച്ച് ആദ്യം എഴുതാം. എങ്ങനെ എഴുതാ? ബി വെച്ചിട്ട് എഴുതാ എം എൻ ഈസ് ടു അല്ലെ ഡി സി ഈക്വൽ ടു, ഇനി ഈ ആംഗിൾ വെച്ച് എഴുതി. അപ്പൊ ബി എൻ ഈസ് ടു ലാർജർ ബി സി ഈക്വൽ ടു ഈ 90ക്ക് ബി എം ഈസ് ടു പിന്നെ ആരാണ് അല്ലെ? ബി ഡി ആണെങ്കിൽ ഡി ബി ആണ് വന്നത്. അപ്പൊ നമുക്ക് ഈ 90 ഓപ്പോസിറ്റ് ഈ സൈഡ് ആവശ്യമില്ല, കാരണം മെഷർമെന്റ് ഇല്ല. ഇത് മാത്രം മതി. ഏത്? ഇത്രയും വരുന്ന ഭാഗം മാത്രം മതി. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് അല്ലെ? എം എൻ ഈസ് ടു സി ഡി ഈക്വൽ ടു ബി എൻ ഈസ് ടു ബി സി ആണ്. എന്ന് പറഞ്ഞാൽ എം എൻ ഡിവൈഡഡ് ബൈ സി ഡി ഈക്വൽ ടു ബി എൻ ഡിവൈഡഡ് ബൈ ബി സി. ഇനി എം എൻ എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. ഡിവൈഡഡ് ബൈ സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ബി എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബി എൻ എക്സ് ആണ്. ബി സി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. ഇതിന് ഇക്വേഷൻ 2 കൊടുത്തു. ഇനി ഇക്വേഷൻ 1 ഞാൻ ആദ്യം എടുത്ത് എഴുതി. എന്താണ്? എച്ച് ബൈ 3 ഈക്വൽ ടു വൈ ബൈ എക്സ് പ്ലസ് വൈ. ഇക്വേഷൻ 1. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ എച്ച് ബൈ 2 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇക്വേഷൻ 2. ഇനി എന്ത് ചെയ്തു? ഞാൻ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ആഡ് ചെയ്തു. അപ്പൊ എന്താവും? എച്ച് ബൈ 3 പ്ലസ് എച്ച് ബൈ 2 ഈക്വൽ ടു വൈ ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ബൈ എക്സ് പ്ലസ് വൈ. ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പൊ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ.
ഇതിനെ x plus y ആക്കി എഴുതാം. x plus y equal to 1. അപ്പൊ എന്ത് കിട്ടി നമുക്കിപ്പോ അല്ലെ? h by 3 plus h by 2 equal to 1. ക്രോസ് ആയി മതി. 2h plus 3h divided by 3 into 2 എന്ന് പറഞ്ഞാൽ 6 equal to 1. അപ്പൊ ഇവിടെ എന്തായി? 5h equal to അല്ലെ 6 into 1 അല്ലെ 5h equal to 6. h equal to 6 by 5. അത്രയും മീറ്റർ ആണ് വന്നത്. അപ്പൊ ഹൈറ്റ് ഇതിന്റെ റോപ്പിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 by 5 അത്രയും മീറ്റർ ആണ് കിട്ടിയത്. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ദി ഹൈറ്റ് ഓഫ് ദി ഷുഡ് സെയിം വാട്ട് എവർ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോൾ. ഈ ഡിസ്റ്റൻസ് എത്ര മാറ്റിയാലും സെയിം പോളാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ തമ്മിൽ റേഷ്യോ നോക്കിയാൽ മതി. ഇതെന്താണ് വരുന്നത്? റേഷ്യോ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? ഇവിടെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും എന്താണ് ഇവിടെ റേഷ്യോ 1 ആണ് വരുന്നത് അല്ലെ? x plus y divided by x plus y equal to 1 ആണ് അവിടെ വരുന്നത്. അപ്പൊ എന്ത് പറയാം? അവിടെ സം ഓഫ് ദി റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ആൻസർ എന്ത് ചെയ്താ? സിൻസ് ദി സം ഓഫ് ദി റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ദി പോൾ ഈസ് ആൾവേസ് 1, ദി ഹൈറ്റ് വുഡ് ബി ദി സെയിം വാട്ട് എവർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോൾ. ഇത് എത്ര ഡിസ്റ്റൻസ് നീക്കി കഴിഞ്ഞാലും ഈ ഹൈറ്റ് എത്രയേ വരുള്ളൂ അല്ലെ? ഓൾറെഡി 6 by 5 മീറ്റർ ആണ് വരുന്നത്. ഏത് ഈ 3 സെന്റിമീറ്ററും 3 മീറ്റർ ഒക്കെ വരുമ്പോ അതിന് സെയിം ഹൈറ്റിലേക്കാണ് അവര് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിനോട്ട് ദി ഹൈറ്റ് ഓഫ് ദി പോൾ a, b and the height of crossing the above the ground as h. Find the relation between a, b and h. അപ്പൊ ഇവിടെ ഹൈറ്റ് ആണ്. അപ്പൊ നമ്മള് 3 മീറ്ററും 2 മീറ്റർ ഉള്ളത് എന്താക്കി കൊടുത്താൽ മതി? അവിടെ എയും ബിയും ആക്കി കൊടുക്കുക. അപ്പൊ ഇതിനെ എ ആക്കി കൊടുക്കുക, ഇതിനെന്താ കൊടുക്കുക? ബി ആക്കി കൊടുക്കുക. അപ്പൊ നമുക്കറിയാം നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്ന ഒരു റിലേഷൻ എന്തായിരുന്നു അല്ലെ? h by 3 plus h by 2 equal to 1 അല്ലെ? തൊട്ട് മുമ്പ് അതുവരെ നമ്മൾ കണ്ടെത്തിയിരുന്നു അല്ലെ? ഈ റിലേഷനിലേക്ക് കൊടുത്താൽ മതി. അപ്പൊ 3ക്ക് പകരം എന്ത് കൊടുക്കുക? എ കൊടുക്കുക. അത് 2ക്ക് പകരം ആര് കൊടുക്കുക? ബി കൊടുക്കുക. അപ്പൊ എന്ത് വരും? h by a plus h by b equal to 1. ക്രോസ് ആയി ഗുണിക്കുക. അപ്പൊ bh plus ah equal by ab equal to 1. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് h ഉണ്ട്. അപ്പൊ a plus b equal to ab into 1. അപ്പൊ h into a plus b equal to ab. h equal to ab by a plus b. വളരെ സിമ്പിൾ ആണ് ഉള്ളത്. ഇതിനെ നേരെ എന്ത് ചെയ്താൽ മതി? എയും സ്ഥാനത്ത് അല്ലെ 3-ലെടുത്ത് a കൊടുക്കുക, 2-ലെടുത്ത് b കൊടുത്തു, നേരെ മാറ്റി എഴുതി h by അല്ലെ തൊട്ടടുത്ത റിലേഷനിൽ മാറ്റി എഴുതി എന്നുള്ളൂ. അപ്പൊ h by a plus h by b equal to 1. ഇനി എന്ത് ചെയ്തു? ക്രോസ് ആയി. അപ്പൊ bh plus ah divided by ab is equal to 1. കോമൺ ആയിട്ട് h പുറത്തേക്ക് എടുത്തു, ഈ ab നെ അങ്ങോട്ട് കൊടുക്കുക, ab into 1. ഈ a plus b ഇങ്ങോട്ട് കൊണ്ടു ഡിവിഷൻ ആയി മാറി. അപ്പൊ h equal to ab by a plus b. ക്ലിയർ ആയല്ലോ? ഇനി 7th ക്വസ്റ്റ്യൻ. എന്താണ് 7th ക്വസ്റ്റ്യൻ? ഇൻ ദി പിക്ചർ ബിലോ AP is a bisector of angle A of triangle ABC. First one, prove that angle of the triangle APB and CPQ are same. Second one, calculate VP by PC. Third one, prove that any triangle of the bisector of any angle divided the opposite sides in the same ratio of the side containing the angle. ഒന്നുമില്ല, ഈ ഇതിന്റെ ബൈസെക്ടർ ആണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ APBയും CPQയും തമ്മിൽ സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാംഗിളും എന്തായി തെളിയിച്ചാൽ മതി? സിമിലർ ആണ് തെളിയിച്ചാൽ. ആംഗിൾസ് എല്ലാം ഈക്വൽ ആയി കഴിഞ്ഞാൽ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് തെളിയിക്കാൻ പറഞ്ഞത്, പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഈ രണ്ട് ട്രയാംഗിളും, ഏത് APB എന്ന ട്രയാംഗിളും CPQ എന്നത് തമ്മിലും എന്താണ്? സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ആംഗിൾസ് ഓട്ടോമാറ്റിക്കായിട്ട് ഈക്വൽ ആവും. അപ്പൊ അതിനു വേണ്ടി ട്രയാംഗിൾ AQC എന്ന ട്രയാംഗിൾ അല്ലെങ്കിൽ ACQ എന്ന ട്രയാംഗിൾ എടുത്തു. ഈ ട്രയാംഗിളിനകത്ത് ACയും QCയും തമ്മിൽ ഈക്വൽ അല്ലേ? അപ്പൊ AC ഈക്വൽ ടു QC ഈക്വൽ ടു 3 സെന്റിമീറ്റർ. നമുക്കറിയാം സൈഡുകൾ തമ്മിൽ ഈക്വൽ ആയാൽ ഇവിടെ ഉണ്ടാവുന്ന ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ. അപ്പൊ ACക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആരാ? ആംഗിൾ Q.
അത് ആരുമായിട്ട് ഈക്വൽ ആണ്? QC യുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആരൊക്കെയാണ്? ആംഗിൾ CAQ മായിട്ട് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ CAQ മായിട്ട് എന്തായി? ഈക്വൽ ആയി. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് AP is a bisector of angle A എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും എന്തായി? ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ആംഗിൾ BAP യും ആംഗിൾ CAQ യും തമ്മിൽ ഈക്വൽ ആണ്. അപ്പൊ ഇതും ഈക്വൽ ആണ്. ഈ ആംഗിൾ ആരുമായിട്ട് ഈക്വൽ ആയി മാറി? ഈ ആംഗിളുമായി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിളും എന്തായി? ഈക്വൽ ആയി മാറി. അപ്പൊ BAP എന്ന ആംഗിളും ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആയി മാറി. അപ്പൊ ഈ ട്രയാംഗിളിന്റെ സിമിലർ പ്രൂവ് ചെയ്യാൻ ഒരു ആംഗിൾ ഈക്വൽ ആയി മാറി. നമുക്കറിയാം ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആണ്. സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അപ്പൊ എന്ത് പറയാം? ആംഗിൾ APB ഈക്വൽ ടു ആംഗിൾ CPQ ആ സപ്ലിമെന്ററി ആംഗിൾ. അപ്പൊ രണ്ട് ട്രയാംഗിളിന്റെ രണ്ട് ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ തേർഡ് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ദി ട്രയാംഗിൾ APB ആൻഡ് ട്രയാംഗിൾ CPQ. Since two sides of the angle are equal, the third angle will be equal. അപ്പൊ ഈ രണ്ട് ട്രയാംഗിളിന്റെയും ആംഗിൾസ് ഈക്വൽ ആയി. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറയാം? ഈ രണ്ട് ട്രയാംഗിൾ സിമിലർ ആണെന്ന് പറയാൻ പറ്റും. നമ്മുടെ ഈക്വൽ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഈക്വൽ തെളിയിച്ചു കഴിഞ്ഞു. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് VP ഡിവൈഡഡ് ബൈ PC. ഈ രണ്ട് ട്രയാംഗിൾ സിമിലർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ റേഷ്യോ ഒന്ന് എഴുതാമായിരുന്നു. അപ്പൊ നമുക്കറിയാം ഒന്നാമത്തെ നിന്ന് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ആണെന്ന് പറയാൻ പറ്റും. ടു ആംഗിൾസ് ആർ സിമിലർ ബിക്കോസ് ദ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറയാം. ഇനി റേഷ്യോ എഴുതാൻ പോവാണ്. അപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ BP ആണ്. ഈസ്റ്റു ഇത് ആരുമായിട്ട് ഈക്വൽ ആണ്? ഇതുമായിട്ട്. ആരുമായിട്ട് റേഷ്യോ ചെയ്താ? PC ഈക്വൽ. ഇനി ഈ ആംഗിളും ഈക്വൽ ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് AB ആണ്. AB ഈസ്റ്റു ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് QC ആണ്. അപ്പൊ എങ്ങനെ എഴുതാ? BP ഡിവൈഡഡ് ബൈ PC ഈക്വൽ ടു AB ബൈ QC. AB എന്ന് പറഞ്ഞാൽ 5, QC എന്ന് പറഞ്ഞാൽ 3. അപ്പൊ BP ബൈ BC നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എത്ര കിട്ടി? 5/3 ആണ് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എനി ട്രയാംഗിൾ ഓഫ് ദി ബൈസെക്ടർ ഓഫ് ദി ആംഗിൾ ഡിവൈഡഡ് ദി ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് സൈഡ് കണ്ടെയ്നിങ് ദി ആംഗിൾ. അപ്പൊ നമുക്കറിയാം ഒന്നാമത്തെ രണ്ട് ട്രയാംഗിളും സിമിലർ ആണെന്ന് പറയാൻ പറ്റി. അപ്പൊ തൊട്ട് നമ്മൾ റേഷ്യോ എഴുതിയിരുന്നു. ഈ റേഷ്യോ ഒന്നും എടുത്ത് എഴുതുക. എന്ത് ചെയ്തു? നമ്മൾ റേഷ്യോ എഴുതിയത് BP ഈസ് ടു PC ഈക്വൽ ടു AB ഈസ് ടു QC ആണ്. എന്ന് പറഞ്ഞാൽ BP ഡിവൈഡഡ് ബൈ PC ഈക്വൽ ടു AB ബൈ QC. അപ്പൊ നമുക്ക് പറയേണ്ടത് ഈ തമ്മിലുള്ള റേഷ്യോ ആണ്. നമുക്കറിയാം QC യും AC യും തമ്മിൽ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ QCക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാം? AC കൊടുക്കാം. അപ്പൊ BP ഡിവൈഡഡ് ബൈ PC ഈക്വൽ ടു AB ബൈ AC. കാരണം എന്താ? AC ഈക്വൽ ടു QC ഈക്വൽ ടു 3 സെന്റിമീറ്റർ. നമ്മൾ പറഞ്ഞ പ്രൂവ് ചെയ്തില്ലേ? അല്ലെ? ഇത് സെയിം റേഷ്യോയിലാണ് ഇവർ കട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറയാം? ദാറ്റ് ഈസ് ദി എനി ട്രയാംഗിൾ the bisect of the angle divided by the opposite sides of the ratio of side containing the angle. വളരെ ഇമ്പോർട്ടന്റ് ആയ റിസൾട്ടും കൂടിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ AB is to AC equal to PB is to PC എന്ന രീതിയിൽ എഴുതാം. നേരത്തെ നമ്മൾ എഴുതിയ പോലെ. ഇനി എന്ത് പറയാം? ഇവിടെ BP is to PC എന്ന് പറഞ്ഞാൽ 5 is to 3 തന്നെയാണ്. അല്ലെ? അപ്പൊ AP അല്ലെ ഇവിടെ പറഞ്ഞത് AP is to AC equal to PB is to PC നമ്മളാണ് ഞാൻ എഴുതിയത്. അല്ലെ? AB is to PC. ഇത് നമ്മൾ സമ്മറൈസ് പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു ട്രയാംഗിൾ ഉണ്ട്. നമ്മ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. AB വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കൺസെപ്റ്റ് നമ്മൾ പ്രോബ്ലം ആയിട്ട് ചോദിക്കും. ഇവിടെ D കൊടുത്തു. ഇവിടെ ആംഗിൾ A എന്ന് പറഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ ആണ്. ഇതൊരു 5 സെന്റിമീറ്ററും ഇതൊരു 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നമ്മൾ കാണാൻ പറയാണ് BD is to DC എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 5 is to ഇവിടെ നേരെ ഇങ്ങോട്ട് മാറ്റി ചെയ്താൽ 3 ഇങ്ങോട്ട് മാറ്റി ചെയ്താൽ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. എന്താണ്? ഒരു ട്രയാംഗിൾ ABC ന്റെ ആംഗിൾ എന്നത് ആംഗിൾ ബൈസെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ BD is to DC യുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 is to 3 ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് ഇത് റിസൾട്ട് ആക്കി പറഞ്ഞാലോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു ട്രയാംഗിൾ വരച്ചു. ABC എന്ന ട്രയാംഗിളും ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചു.
അതിന് ഡി എന്ന് പേര് കിട്ടും. ആംഗിൾ ബൈസെക്ടർ ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് എക്സ് ബൈ ടു ആവും, ഇത് എക്സ് ബൈ ടു ആവും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 25 ആവും, ഇവിടെ എന്താവും? 25 ആവും. എ ബി എന്ന് പറഞ്ഞാൽ എ സെന്റിമീറ്റർ ആണ്, എ സി എന്ന് പറഞ്ഞാൽ ബി സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ബി ഡി ഈസ്റ്റ് ഡി സി നമുക്ക് പറയാൻ പറ്റും. എത്ര പറയാൻ പറ്റും? എ ഈസ്റ്റ് ബി എന്ന് പറയാൻ പറ്റും. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഇവിടെ 5 ഉം 3 ആവുമ്പോ ബി ഡി ഈസ്റ്റ് ഡി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5:3 എന്ന് പറഞ്ഞു. അത് നമ്മൾ റിസൾട്ട് ചെയ്യും. ഇനി ഇവിടെ ട്രയാങ്കിൾ എ ബി ഡി എന്ന ട്രയാങ്കിൾ ഉണ്ട്, എ ഡി സി എന്ന ട്രയാങ്കിൾ ഉണ്ട്. അവ തമ്മിലുള്ള ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? എ ഈസ്റ്റ് ബി എന്നല്ലേ നമ്മൾ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ബേസുകൾ തമ്മിലുള്ള റേഷ്യോ തന്നെ ആയിരിക്കും ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര ആവും? ട്രയാങ്കിൾ എ ബി ഡി എന്ന ട്രയാങ്കിളിന്റെയും എ ഡി സി എന്ന ട്രയാങ്കിളിന്റെയും ഏരിയ എത്ര ആയിരിക്കും? 5:3 ആയിരിക്കും. അതേപോലെ നമുക്ക് ഇവിടെയും പറഞ്ഞൂടെ എന്തായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഈക്വൽ ടു എത്ര ആയിരിക്കും? എ ഈസ് ടു ബി ആണെന്ന് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മള് എക്സാമ്പിൾ വെച്ച് ചെയ്തു. ഇനി അതേപോലെ എന്ത് ചെയ്തു നമ്മള് അല്ലെ, ഒരു റിസൾട്ട് ആക്കിയും എഴുതി. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എന്തായി? കംപ്ലീറ്റ് ആയി.